യോഗ്യതകൾ മറികടന്നുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ വീണ്ടും നിയമനങ്ങൾ. SIET ഡയറക്ടർ തസ്തികയിലേക്ക് നിയമിച്ചത് ലാബ് അസിസ്റ്റന്റിനെ. സിബാറ്റിൽ യോഗ്യത മറികടന്ന് വിരമിച്ച അധ്യാപകനെ നിയമിക്കാനും നീക്കമുണ്ട്. ജ്യോതിഷുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ജ്യോതിഷ, അടിമുടി നിയമന വിവാദങ്ങളാണല്ലോ. എന്താണ് യോഗ്യതകൾ പോലും മാനിക്കാതെ ഇത്തരത്തിൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഇങ്ങനെ അങ്ങ് നിയമനങ്ങൾ നടത്തുന്നത്? എന്താണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ ജ്യോതിഷ്? അശ്വതി, UDF സർക്കാർ വന്നു കഴിഞ്ഞ് നിരവധി ഇതുപോലത്തുള്ള ഉന്നത മേഖലകളിൽ നിയമനം നടക്കുന്നുണ്ട്. അതും യോഗ്യതകൾ അട്ടിമറിച്ചുകൊണ്ടുള്ള നിയമനമാണ് നടക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും പുറത്തു വന്നിരിക്കുന്നത് അടിസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിലാണ്. അടിസ്ഥാന യോഗ്യതകൾ മറികടന്ന് ആണ് ഇപ്പോൾ SIET ഡയറക്ടർ തസ്തികയിലേക്ക് ഇപ്പോൾ നിയമനം നടത്തിയിരിക്കുന്നത്. അത് ഈ പോളിടെക്നിക്കിലുള്ള ലാബ് അസിസ്റ്റന്റിനെയാണ് ഇപ്പോൾ ഡയറക്ടർ തസ്തികയിലേക്ക് നിയമിച്ചിരിക്കുന്നത്. TCB മുഹമ്മദിനെയാണ് ഇപ്പോൾ ഡയറക്ടർ തസ്തികയിൽ നിയമിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇത്തരത്തിലൊരു അധ്യാപക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കാണ് ഇത്തരത്തിലൊരു നിയമനം നൽകേണ്ടത്. എന്നാൽ ലാബ് അസിസ്റ്റന്റ് യോഗ്യതയുള്ള ഒരാൾക്കാണ് ഇപ്പോൾ SIETയുടെ ഡയറക്ടറായിട്ട് ഇപ്പോൾ നിയമനം നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഈ പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനമാണ് SIET. അത്തരത്തിലൊരു സ്ഥാപനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ലാബ് അസിസ്റ്റന്റ് യോഗ്യതയുള്ള ഒരാളെ ഇപ്പോൾ ഡയറക്ടർ തസ്തികയിലേക്ക് നിയമിച്ചിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. വെച്ചൂച്ചിറ പോളിടെക്നിക്കിലെ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിലുള്ള TCB മുഹമ്മദിനാണ് ഇത്തരത്തിലൊരു നിയമനം നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ സിമാറ്റിലും ഇതുപോലെയുള്ള ഒരു നിയമനമാണ്, മറ്റൊരു നിയമനവും നടക്കുന്നുണ്ട്. അത് ഈ സിമാറ്റിന്റെ ഡയറക്ടറുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ ഡോക്ടറേറ്റും അഡ്മിനിസ്ട്രേറ്റീവും യോഗ്യതയും വേണമെന്നാണ് ഈ ചട്ടമുള്ളത്. എന്നാൽ അതും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ അധ്യാപന യോഗ്യത മാത്രമുള്ള ഒരാളെയാണ് ഇപ്പോൾ സിമാറ്റിന്റെ ഡയറക്ടറായിട്ട് നിയമിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഹയർ സെക്കൻഡറി ഡെപ്യൂട്ടി ഡയറക്ടർ മുതൽ DOമാർ, സെക്കൻഡറി പ്രിൻസിപ്പൽമാർ തുടങ്ങിയവർക്കൊക്കെ പരിശീലനം നൽകേണ്ട ഒരു സ്ഥാപനമാണ് സിമാറ്റ്. ആ സ്ഥാപനത്തിലാണ് കേവലം അധ്യാപന പരിശീലനം മാത്രമുള്ള ഒരാളെ ഇപ്പോൾ ഡയറക്ടറായിട്ട് നിയമിച്ചിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള വിവാദമായിട്ടുണ്ട്. UDF സർക്കാർ ഇത്തരത്തിലുള്ള യോഗ്യതയില്ലാത്തവരെ വീണ്ടും നിയമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. അശ്വതി, ജ്യോതിഷ്, വിവരങ്ങൾ വ്യക്തമാണ്. യോഗ്യതകളൊക്കെ മറികടന്നുകൊണ്ട് ആ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിയമനം നടത്തുകയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ. അങ്ങനെ നിയമനങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണ് ഉടലെടുത്തിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ജ്യോതിഷ് തലസ്ഥാനത്ത് നിന്നും പങ്കുവച്ചത്.